എല്ലാവർക്കും ഓം ഫുഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇറച്ചിക്കറി ഒരു നല്ല സ്വാദിഷ്ടമായ ചക്കക്കുരു കൊണ്ടൊരു കറിയാണ്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് വെളുത്തുള്ളി, കൊച്ചുള്ളി, പെരുംജീരകം, സാദാ ജീരകം, ഇഞ്ചി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിലേക്ക് അല്പം മഞ്ഞൾ പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തൂടെ വഴണ്ടു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ അരപ്പൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തൊന്ന് തിളയ്ക്കാൻ വെക്കാം. നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുക. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക, നമ്മുടെ കറി എന്തോരം ആയെന്നൊന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല ഇറച്ചിക്കറി പോലുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.